ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള 1/2 കിലോ തൂക്കം വരുന്ന ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ വേറെ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരമൽ സിറപ്പ് ശരിയായാൽ മാത്രമേ കേക്കിന് കറക്റ്റ് ഒരു കളർ കിട്ടത്തുള്ളൂ. ക്യാരമൽ സിറപ്പ് ചേർത്തുണ്ടാക്കിയ ഒരു 5 കേക്കിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് പോയി കാണണം. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് ക്യാരമലായി വരട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇവിടെ ക്യാരമലാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ക്യാരമൽ ചെയ്യാൻ. ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിന് കയ്പ്പ് ടേസ്റ്റായിരിക്കും. അങ്ങനെ പഞ്ചസാര മുഴുവനും ഇവിടെ മെൽറ്റായി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നിച്ചൊഴിച്ച് കൊടുത്താൽ ഇത് തിളച്ച് ചാടി കയ്യിലേക്കൊക്കെ വീണ് പൊള്ളൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നകന്ന് മാറി നിന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കാഷ്നട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ക്യാരറ്റ് ഈന്തപ്പഴവും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിൽ മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് ആദ്യം മുട്ടയും പഞ്ചസാരയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം വാനില എസൻസും ഓയിലും ക്യാരമൽ സിറപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ക്യാരറ്റിൻ്റെ ഒരു മിക്സും കൂടി ചേർത്തിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ മുട്ടയും പഞ്ചസാരയും ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഹൈ സ്പീഡിൽ നിന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ കൂടെ തന്നെ നമുക്ക് ക്യാരമൽ ചെയ്ത് സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പാണ് ക്യാരമൽ സിറപ്പ് ഉള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാരമൽ സിറപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് കറുവപ്പട്ട പൊടിച്ചത്, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് അരിച്ച് ചേർക്കാം. ഇനി ഇത് നമുക്ക് കട്ട കെട്ടാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഓവർ മിക്സിങ് ആയാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഒന്ന് മിക്സ് ആക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ഈന്തപ്പഴവും കാഷ്യൂനട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് OTG ഓവനിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും.
ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഒരു 4-5 കാഷ്നട്ട് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.